2023 പുറത്തിറങ്ങിയ ലാസ്റ്റ് ഓഫ് അസ് എന്ന സീരീസിന്റെ സീസൺ 1 8ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണിത്. ആദ്യ എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം മാത്രം ഈ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. ആദ്യ എപ്പിസോഡിന്റെ ലിങ്ക് മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. 8ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സിൽവർ ലേക്ക് എന്നൊരു സ്ഥലത്ത് കുറച്ച് ആളുകൾ ഒത്തുകൂടിയിരിക്കുന്നതാണ്. എന്നാൽ ഇതിനിടെ ഡേവിഡ് എന്ന അവരുടെ ലീഡർ അവരുടെ മതപരമായ കാര്യങ്ങൾ പറയുകയും ശേഷം അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലും അവരൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നത് അവരുടെ ഇടയിലുള്ള ഒരുത്തൻ മരിച്ചതുകൊണ്ടാണ്. എന്നാൽ ഇതിനിടെ മരിച്ചവന്റെ മകൾ സങ്കടപ്പെട്ട് കരയുമ്പോൾ ഡേവിഡ് അവളെ ആശ്വസിപ്പിക്കുകയും ഇതിനിടെ അവൾ എന്റെ അച്ഛനെ ഒന്ന് കുഴിച്ചിട്ടൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത്രയും മഞ്ഞിൽ അത് പറ്റില്ല എന്ന് ഡേവിഡ് പറയുകയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതോടെ അവിടെയുള്ളവരൊക്കെ പിരിഞ്ഞു പോവുകയും ഇതിനിടെ ഡേവിഡ് മരിച്ചവന്റെ ഭാര്യയെ ആശ്വസിപ്പിക്കുകയും അവരെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ ഡേവിഡിന്റെ കൂടെയുള്ളവൻ ജെയിംസ് അങ്ങോട്ടേക്ക് വരികയും നമ്മളുടെ ഫുഡൊക്കെ തീരാൻ പോവുകയാണ്, കഷ്ടിച്ചു പോയാൽ ഒരാഴ്ച എത്തുമായിരിക്കും, പക്ഷേ ഒരു കോളത്ത് വന്നിട്ടുണ്ട്. നമ്മളുടെ കുറച്ച് ആൾക്കാർ ഈസ്റ്റിൽ ഒരു മാനിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, അവർ കണ്ടത് രാത്രിയായിരുന്നു, അതുകൊണ്ട് പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ ജെയിംസ് പറയുമ്പോൾ തോക്കെടുത്തിട്ട് വരാൻ ഡേവിഡ് അവനോട് പറയുകയും നമുക്കതിനങ്ങ് പിടിക്കാമെന്നും പറയുന്നു. ശേഷം കാണിക്കുന്നത് എല്ലിയും ജോയലിനുമാണ്. ജോയലിന്റെ മുറിവിൽ നിന്നും രക്തം പോകുന്നതൊക്കെ നിന്നെങ്കിലും എല്ലി അത് തുന്നി വെച്ചതുകൊണ്ട് മുറിവ് പതിയെ പഴുക്കാൻ തുടങ്ങുന്നുണ്ട്. അതിന് മരുന്ന് കിട്ടിയാലേ മുറിവ് ഉണങ്ങത്തുള്ളൂ. ഇതിനിടെ ബോധമില്ലാത്ത ജോയലിനെ എല്ലി വെള്ളമൊക്കെ വായിൽ ഉറ്റിച്ചു കൊടുക്കുകയും ശേഷം അവൾ ജോയലിന്റെ അവസ്ഥ കണ്ട് സങ്കടപ്പെടുകയും ഫുഡൊന്നും അവർക്ക് ഇല്ലാത്തതുകൊണ്ട് അവൾ തോക്കുമെടുത്ത് പുറത്തേക്ക് പോവുകയാണെന്ന് ജോയലിനോട് പറയുകയും ശേഷം അവൾ തോക്കുമെടുത്ത് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇതിനിടെയാണെങ്കിൽ അവൾ കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് തപ്പുന്നുണ്ടെങ്കിലും ഒന്നും അവിടെ എങ്ങും കാണുന്നില്ല. അതോടെ അവൾ ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ ഒരു മുഴലിനെ കാണുകയും ഇതിനിടെ അത് അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ അവൾ അതിന്റെ പുറകെ ഓടാൻ ശ്രമിക്കുകയും ഇതിനിടെ അവൾ അവിടെ വീഴുകയും ചെയ്യുന്നു. അതോടെ അവൾ വേറെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാനിനെ കാണുകയും അതോടെ അവൾ അവിടെ കിടന്ന് ജോയൽ പഠിപ്പിച്ചതുപോലെ സ്നൈപ്പർ പിടിക്കുകയും ശേഷം അതിനിട്ട് വെടിപൊട്ടിക്കുകയും ഇതിനിടെ അത് വെടികൊണ്ട് അവിടെ നിന്നും ഓടാൻ തുടങ്ങുകയും അതോടെ എല്ലി അതിന്റെ പുറകെ തന്നെ വെച്ച് പിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം മാൻ രക്തം വാർന്ന് ചത്തുപോയത് ജെയിംസും ഡേവിഡും കാണുകയും ഇതിനിടെ അവർ നമ്മൾ വരുന്നതിന് മുന്നേ ആരായിരിക്കും ഇതിനെ കൊന്നത് എന്നൊക്കെ പറയുകയും ശേഷം അവർ അവിടെ നിന്ന് മാനിനെ എടുക്കാൻ നോക്കുമ്പോൾ പുറകിൽ നിന്ന് എല്ലി വരികയും ശേഷം തോക്ക് താഴെ ഇടാൻ പറയുകയും ഇതിനിടെ അവൾ പറയുന്നത് പോലെ ചെയ്യുകയും ഇതിനിടെ ഡേവിഡ് നീ നല്ലൊരു വേട്ടക്കാരിയാണെന്നൊക്കെ പറയുകയും നീ വന്ന ശബ്ദം പോലും ഞങ്ങൾ കേട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ ഇവിടെ നിന്ന് പൊക്കോ എന്ന് എല്ലി പറയുകയും ഇതിനിടെ ഡേവിഡ് ഒരു 10 സെക്കൻഡ് താഴ്ന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. എന്റെ പേര് ഡേവിഡ്, ഇവന്റെ പേര് ജെയിംസ്, ഞങ്ങളൊരു വലിയ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്, ഞങ്ങളുടെ സ്ഥലത്ത് വിശന്നിരിക്കുന്ന കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ട്, ഞങ്ങളൊക്കെ പട്ടിണിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാനും വലിയ ഗ്രൂപ്പിൽപ്പെട്ട ആളാണെന്ന് എല്ലി പറയുകയും ഞങ്ങളും പട്ടിണിയാണെന്നൊക്കെ പറയുമ്പോൾ നിനക്ക് ഈ മാനിനെ ഒറ്റക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് പകുതി ഞങ്ങൾക്ക് താ, അതിന്റെ പകരം നിനക്ക് എന്താ വേണ്ടത്, ചെരുപ്പുണ്ട്, ഡ്രസ്സുണ്ട്, ഇതിലേതാണ് നിനക്ക് വേണ്ടതെന്ന് ഡേവിഡ് ചോദിക്കുമ്പോൾ നിങ്ങളുടെ പഴുപ്പിനുള്ള മരുന്നുണ്ടോ എന്ന് എല്ലി ചോദിക്കുകയും ഇതിനിടെ ഡേവിഡ് ഉണ്ടെന്ന് പറയുകയും ഞങ്ങളുടെ ഗ്രാമം ഇവിടെ നിന്ന് കുറച്ച് ദൂരെയാണ്, നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നാൽ തരാമെന്നും ഡേവിഡ് പറയുമ്പോൾ നിന്റെ കൂടെയുള്ളവനെ മരുന്നെടുക്കാൻ വിട്, അതവൻ കൊണ്ടുവന്നാൽ മാനിന്റെ പകുതി നിങ്ങളെടുത്തു എന്ന് എല്ലി പറയുകയും അതോടെ കൂടെയുള്ളവൻ മരുന്നെടുക്കാൻ വേണ്ടി അവിടെ നിന്നും പോകുന്നു. അതോടെ അവൻ പോയതും ഡേവിഡിനോട് കുറച്ച് ബാക്കിലോട്ട് പോവാൻ എല്ലി പറയുകയും അതോടെ അവൻ ബാക്കിലോട്ട് പോയതും അവന്റെ ഗണ്ണിലുള്ള ബുള്ളറ്റ്സ് ഒക്കെ എല്ലി എടുത്തു വെക്കുകയും ശേഷം അവനെ നേരെ ഗണ്ണ് പിടിച്ച് നിൽക്കുമ്പോൾ ഞങ്ങളുടെ വില്ലേജിലേക്ക് ഒരുപാട് ദൂരമുണ്ട്, അതുകൊണ്ട് ആ കാണുന്ന പഴയ ബിൽഡിങ്ങിലേക്ക് നമുക്ക് പോയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഐസാവുമെന്ന് ഡേവിഡ് പറയുമ്പോൾ മാനിനെ കൂടെ അങ്ങോട്ടേക്ക് എടുക്കാൻ എല്ലി പറയുകയും അതോടെ അവർ അവിടെ പോയിരിക്കുകയും ചെയ്യുന്നു. ശേഷം പിള്ളേരൊന്നും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാനൊന്നും പാടില്ല എന്നൊക്കെ പറയുകയും ശേഷം നിന്റെ പേരെന്താണെന്നൊക്കെ ഡേവിഡ് ചോദിക്കുമ്പോൾ എല്ലി ഒന്നും മിണ്ടുന്നില്ല. അതോടെ മുൻപരിചയമില്ലാത്തവരോട് നമ്മളങ്ങനെ പേരൊന്നും പറയാൻ പാടില്ലല്ലേ, പക്ഷേ നീ പറഞ്ഞെന്ന് വെച്ച് ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ ഡേവിഡ് പറയുകയും ശേഷം നീ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തിന് പട്ടിണി കിടക്കാനാണോ എന്നൊക്കെ എല്ലി ചോദിക്കുകയും ഇതിനിടെ ഞങ്ങൾ പട്ടിണിയാണെങ്കിലും ഞങ്ങളൊരു ഗ്രൂപ്പാണെന്നൊക്കെ ഡേവിഡ് പറയുകയും എന്റെ ആൾക്കാർക്ക് വേണ്ടി ഫുഡ് എങ്ങനെയെങ്കിലും എത്തിച്ചു കൊടുക്കാറുണ്ടെന്ന് ഡേവിഡ് പറയുമ്പോൾ നിങ്ങളാണോ നേതാവ് എന്ന് എല്ലി ചോദിക്കുകയും ഇതിനിടെ ഡേവിഡ് ഞാനായിട്ട് ലീഡറായതൊന്നുമല്ല, അവരെന്നെ തെരഞ്ഞെടുത്തു ഞാനായി എന്നൊക്കെ പറയുകയും ഞാനൊരു പുരോഹിതൻ കൂടെയാണെന്ന് ഡേവിഡ് പറയുമ്പോൾ ജെയിംസ് അങ്ങോട്ടേക്ക് മരുന്നുമായി തിരിച്ചെത്തുകയും ശേഷം എല്ലിയുടെ മേലെ തോക്ക് ചൂണ്ടുമ്പോൾ എല്ലി ഇതൊന്നും കാണുന്നില്ല. അതോടെ ഡേവിഡ് തോക്ക് മാറ്റാൻ പറയുമ്പോഴാണ് അവളത് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതിനിടെ എല്ലി അത് കണ്ട് പേടിക്കുകയും ഇതിനിടെ ഡേവിഡ് ജെയിംസിനോട് തോക്ക് താഴ്ത്തിയിട്ട് ആ മെഡിസിൻ അങ്ങ് കൊടുക്കുകയെന്ന് പറയുകയും ചെയ്യുന്നു. ഡേവിഡ് ഇതൊക്കെ ചെയ്യുന്നത് എല്ലിക്ക് ഡേവിഡിനോട് ഒരു വിശ്വാസം വരാനാണ് ഡേവിഡ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ശേഷം എല്ലി ജെയിംസ് കൊണ്ടുകൊടുത്ത മരുന്നെടുക്കുകയും ശേഷം അവിടെ നിന്ന് അതുമെടുത്ത് ഓടിപ്പോകുന്നു. അതോടെ അവർക്ക് എല്ലിയും എല്ലിയുടെ കൂടെയുള്ളവനുമാണ് അവരുടെ ടീമിലുള്ള ഒരുത്തനെ കൊന്നതെന്ന് മനസ്സിലാവുകയും അതോടെ അവളെ ഫോളോ ചെയ്ത് അവളുടെ സ്ഥലം കണ്ടുപിടിക്കാൻ ജെയിംസിനോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ജോയലിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്ന എല്ലിയാണ്. അവൾക്ക് അവർ മരുന്ന് കൊടുത്തെങ്കിലും അവൾക്ക് ഇതെവിടെ കുത്തിവെക്കണമെന്ന് അറിയില്ല. എന്നാൽ ഇതിനിടെ അവൾ ജോയലിനോട് അത് ചോദിക്കുന്നുണ്ടെങ്കിലും ജോയൽ ബോധമില്ലാതെ ഉറങ്ങുകയാണ്. അതോടെ അവൾ ഒന്നും ചിന്തിക്കാതെ മുറിവിന് മേലെ തന്നെ മരുന്നങ്ങ് കുത്തിവെക്കുകയും ശേഷം ജോയലിന്റെ അടുത്ത് കിടന്ന് അവനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയും ചെയ്യുന്നു. ഇപ്പോ എല്ലി ജോയലിനെ അവളുടെ അച്ഛനെ
പോലെയാണ് അവൾ കാണുന്നത്. പിന്നീട് കാണിക്കുന്നത് സിൽവർ ലേക്കാണ്. അവിടെ ഒരുത്തൻ കുറച്ച് ഇറച്ചിയുമായി കിച്ചണിലേക്ക് വരികയും അതോടെ കുക്ക് ചെയ്യുന്ന ലേഡി ഇത് എന്തിന്റെ ഇറച്ചിയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് മാനിന്റെ ഇറച്ചിയാണെന്ന് അയാൾ പറയുകയും അതോടെ അതൊക്കെ കുക്ക് ചെയ്ത് അവിടെയുള്ളവർക്കൊക്കെ കൊടുക്കുകയും ശേഷം അവരൊക്കെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഡേവിഡ് അങ്ങോട്ടേക്ക് എല്ലി പിടിച്ച മാനിനെ കൊണ്ടുവരികയും ശേഷം നമുക്കിത് നല്ല മാനിനെ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അവിടെയുള്ള ആർക്കും സന്തോഷമാവാത്തത് കണ്ട് ജെയിംസ് അവരോട് എല്ലിയെ വെറുതെ വിട്ട കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും അതോടെ ഡേവിഡ് നിങ്ങൾ ആരും വിഷമിക്കണ്ട എന്ന് പറയുകയും നാളെ രാവിലെ തന്നെ അവരെ നമ്മൾ പിടിക്കും, എന്നിട്ട് നമ്മൾ നീതി നടപ്പാക്കുമെന്ന് ഡേവിഡ് പറയുമ്പോൾ അവരെ കണ്ട ഉടനെ കൊല്ലണമെന്ന് മരിച്ചുപോയ ആളുടെ മകള് പറയുകയും അതോടെ ഇത് കേട്ട ഡേവിഡ് അവളുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയും ശേഷം അവളെ ടേബിളിൽ തന്നെ എണീപ്പിച്ച് ഇരുത്തുകയും ശേഷം എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുക, ഞാനും നിന്റെ ഒരു അച്ഛനാണെന്ന് ഡേവിഡ് പറയുകയും എന്നിട്ട് അവർ പ്രാർത്ഥിച്ചതിന് ശേഷം അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയും ഇതിനിടെ ജെയിംസിന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തോ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. ജോയലിന് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. അതോടെ എല്ലി ബാക്കിയുള്ള മരുന്ന് കൂടി അവന്റെ മുറിവിൽ കുത്തിവെക്കുകയും ശേഷം എല്ലി കുതിരക്ക് ഫുഡൊക്കെ കൊടുക്കുകയും ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് മുന്നിലോട്ട് കാക്കകളൊക്കെ ആരോ ഓടിച്ചതുപോലെ പറന്നു പോകുന്നത് കാണുകയും അതോടെ അവൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവിടെ ഒളിച്ചു നോക്കുമ്പോൾ ഡേവിഡ് അങ്ങോട്ടേക്ക് വരുന്നത് അവൾ കാണുകയും അതോടെ അവൾ തിരിഞ്ഞോടുകയും ചെയ്യുന്നു. ഇതിനിടെ ഡേവിഡ് ആണെങ്കിൽ അവളെ ജീവനോടെ വെക്കണം, കൂടെയുള്ളവനെ തട്ടിയേക്കാൻ പറയുകയും അതോടെ അവർ വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം എല്ലി ഓടി ജോയലിന്റെ അടുത്തേക്ക് എത്തുകയും ശേഷം അവനെ തട്ടി എങ്ങനെയെങ്കിലും എണീപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ജോയലിന് പതിയെ ബോധം വരാൻ തുടങ്ങുകയും ഇതിനിടെ എല്ലി ഇങ്ങോട്ടേക്ക് കുറച്ചുപേർ വരുന്നുണ്ട്, അവരെ ഞാൻ വഴിതിരിച്ചു വിട്ടോളാം, പക്ഷെ എങ്ങാനും ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വന്നാൽ അവനെ അങ്ങ് കൊന്നേക്കണം എന്ന് എല്ലി പറയുകയും ശേഷം അവന്റെ കയ്യിൽ ഒരു കത്തി വെക്കുകയും ഇതിനിടെ എല്ലി അലമാറ പിടിച്ച് ഡോറ് ലോക്ക് ചെയ്തതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുകയും ശേഷം കുതിരയുടെ മേലേക്ക് കയറി പോവാൻ തുടങ്ങുകയും ഇതിനിടെ അവരുടെ പുറകിലൂടെ എല്ലി വരികയും ഓടടാ പന്നകളെ എന്നൊക്കെ പറഞ്ഞ് അവരെ വെടിവെക്കുകയും ശേഷം അവൾ കുതിരയെ ഓടിക്കുമ്പോൾ അവളെ ജീവനോടെ തന്നെ വേണമെന്ന് ഡേവിഡ് വിളിച്ചു പറയുകയും ഇതിനിടെ അവൾ ഒരുപാട് ദൂരേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജെയിംസ് അവളുടെ കുതിരയ്ക്ക് നേരെ വെടിവെക്കുകയും അത് കറക്റ്റ് കൊണ്ടതോടെ കുതിരയും എല്ലിയും മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. അതോടെ എല്ലിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ആവുകയും ഇതിനിടെ അങ്ങോട്ടേക്ക് അവർ ഓടി വരികയും ശേഷം അവളെ കൊല്ലാൻ നോക്കുമ്പോൾ ജെയിംസ് മുകളിലോട്ട് പുറകിൽ നിന്നും വെടിവെക്കുകയും അവളെ ജീവനോടെ വേണമെന്ന് പറയുകയും ശേഷം ബോധം പോയ എല്ലിയെ എടുക്കുകയും ശേഷം രണ്ടുപേർ എന്റെ കൂടെ വാ, ബാക്കിയുള്ളവർ വീട്ടിലുള്ളവനെ തീർത്തിട്ട് വാ എന്ന് പറയുകയും അതോടെ അവർ ഓരോരുത്തരായി ജോയലിനെ നോക്കാൻ പോവുകയും ഇതിനിടെ ഒരുത്തൻ വീടിന്റെ ഉള്ളിലേക്ക് കയറുകയും ശേഷം എല്ലി വെച്ച അലമാറ മാറ്റുമ്പോൾ ജോയൽ ആ ശബ്ദം കേൾക്കുകയും ഇതിനിടെ അവൻ അലമാറയൊക്കെ മാറ്റി ബേസ്മെന്റിലേക്ക് ഇറങ്ങി വരുമ്പോൾ ജോയൽ അവിടെയില്ല. അതോടെ അവൻ അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജോയൽ പുറകിൽ നിന്ന് വരികയും അവനെ കുത്തി അങ്ങ് കൊല്ലുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് കുതിരയിൽ നിന്നും വീണ് ബോധം പോയ എല്ലിയെ ഒരു കൂട്ടിൽ അടച്ചു വെച്ചിരിക്കുന്നതാണ്. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞതും അവൾക്ക് ബോധം വരികയും ഇതിനിടെ അവൾ നോക്കുമ്പോൾ ഡേവിഡ് അവിടെ തന്നെയുണ്ട്. അതോടെ എന്നെ പുറത്തു വിടാനാന്നൊക്കെ അവൾ പറയുമ്പോൾ ഇടി മോളെ നീ പേടിക്കണ്ട, ഞങ്ങൾ ആരും നിന്നെ കൊല്ലില്ല, എന്റെ കൂട്ടത്തിലുള്ളവര് നിന്നെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും ഞാൻ പറഞ്ഞതുകൊണ്ട് അവർ നിന്നെ വെറുതെ വിട്ടു, അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിന്നു, ഞാൻ നിന്നെ നന്നായി നോക്കാമെന്ന് ഡേവിഡ് പറയുകയും നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഫുഡ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഡേവിഡ് അവിടെ നിന്നും പോകുന്നു. എന്നാൽ ഇതേ സമയം ഡേവിഡിന്റെ ആൾക്കാരിലെ ഒരുത്തൻ ജോയലിനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ കൂട്ടത്തിലെ ഒരുത്തൻ അവിടെ മരിച്ചെടുക്കുന്നത് കാണുകയും ഇതിനിടെ അവനെ നോക്കാൻ പോയതും ജോയൽ പുറകിൽ നിന്നും വന്ന് അവനെ അടിച്ചങ്ങിടുന്നു. അതോടെ അടികിട്ടി അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവന്റെ കൂട്ടത്തിലെ ഒരുത്തനെ ജോയൽ ഇടിച്ച് പഞ്ചറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ ആ പെൺകുട്ടി എവിടെയെന്നൊക്കെ ജോയൽ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് അടി കിട്ടിക്കൊണ്ടിരിക്കുന്നവൻ പറയുകയും അതോടെ ജോയൽ കത്തിയെടുത്ത് മുട്ടിലങ്ങ് കുത്തിക്കയറ്റുകയും ശേഷം പറഞ്ഞില്ലെങ്കിൽ നിന്റെ മുട്ടിന്റെ ചിരട്ട ഞാൻ ഇളക്കി ഇങ്ങെടുക്കും എന്ന് ജോയൽ പറയുമ്പോൾ അവൾ ഞങ്ങളുടെ ടൗണിൽ ജീവനോടെ ഉണ്ടെന്ന് അവൻ പറയുകയും അതോടെ ജോയൽ ഏത് ടൗണാടാ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അവൻ പേടിച്ച് സിൽവർ ലേക്ക് എന്ന് പറയുകയും ഇതിനിടെ ജോയൽ അവന്റെ മാപ്പ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ടൗണൊന്നുമല്ല, അതൊരു റിസോർട്ടിന്റെ പേര് ആണെന്ന് അവൻ പറയുകയും ഇതിനിടെ ജോയൽ കത്തി വലിച്ചൂരി അവന്റെ വായിലേക്ക് വെക്കുകയും ശേഷം മാപ്പിൽ ആ സ്ഥലം എവിടെയാണെന്ന് കാണിക്കും, ഈ സെയിം സ്ഥലം നിന്റെ ഫ്രണ്ടും കാണിക്കണം, ഇനി അഥവാ നീ എങ്ങാനും വേറെ ഏതെങ്കിലും സ്ഥലം കാണിച്ച ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് ജോയൽ പറയുകയും ഇതിനിടെ അവൻ മാർക്ക് ചെയ്യുകയും സത്യമായിട്ടും ഇത് തന്നെയാണ് സ്ഥലമെന്ന് പറയുമ്പോൾ ജോയൽ അവനെ കുത്തി അങ്ങ് കൊല്ലുകയും ഇതിനിടെ ഇതൊക്കെ കണ്ട് മറ്റവൻ പേടിച്ച് മൂത്രമൊഴിക്കുകയും ഇതിനിടെ ജോയൽ നല്ല ദേഷ്യത്തിൽ അവന്റെ തല അടിച്ചങ്ങ് പൊളിക്കുന്നു. എന്നാൽ ഇതേ സമയം എല്ലി ആണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പല വഴികളും നോക്കുകയും എന്നാൽ ഇതിനിടെ എല്ലി എന്തോ കണ്ട് ഞെട്ടിപ്പോവുകയും ഇതേ സമയം ഡേവിഡ് അങ്ങോട്ടേക്ക് ഫുഡുമായി എത്തുകയും ഇതിനിടെ ഡേവിഡിന് അവൾ എന്ത് കണ്ടിട്ടാണ് പേടിച്ചതെന്ന് നോക്കുമ്പോൾ അത് ഒരു മനുഷ്യന്റെ കാലാണ്. അത് 7ാമത്തെ എപ്പിസോഡിൽ ജോയൽ ഒരുത്തനെ കുത്തിക്കൊന്നില്ലേ, അവനെ തന്നെയാണ് ഇവർ ഫുഡ് ഉണ്ടാക്കി കഴിച്ചതും. അതോടെ എല്ലി എനിക്ക് ഫുഡ് വേണ്ട എന്ന് പറഞ്ഞ് അത് ചവിട്ടി മറിക്കുകയും നിങ്ങൾ മനുഷ്യരെയാണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നെ വിശ്വസിച്ച് വന്ന ജനങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറയുകയും എനിക്കും 2-3 പേർക്ക് മാത്രമേ ഇതറിയൂ, വേറെ ആർക്കും അറിയില്ല എന്ന് ഡേവിഡ് പറയുമ്പോൾ നീയൊന്നും മനുഷ്യനല്ല എന്ന് എല്ലി പറയുകയും ഇതിനിടെ ഡേവിഡ് ഞാൻ നിന്നെ കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് നിന്നിൽ കണ്ടത്, നീയൊരു പോരാളിയായ ലേഡിയാണ്, അതുകൊണ്ട് നമുക്ക് കല്യാണം കഴിക്കാമെന്നൊക്കെ പറയുമ്പോൾ എല്ലി അവന്റെ അടുത്തോട്ട് പതിയെ വരികയും ശേഷം അവന്റെ കൈ ഒടിച്ച് താക്കോലെടുക്കാൻ നോക്കുകയും ഇതിനിടെ ഡേവിഡ് അവളെ പിടിച്ച് കമ്പിയിലിടിച്ച് അവൾ വീഴുകയും ഇതിനിടെ ഡേവിഡ് ദേഷ്യത്തോടെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്ന് പറഞ്ഞ് താക്കോലും എടുത്ത് അവിടെ നിന്നും പോകുമ്പോൾ നിന്റെ ആൾക്കാരോട് പോയി പറ എല്ലി എന്ന ചെറിയ പെൺകുട്ടി നിന്റെ കൈയൊടിച്ചെന്ന് എന്ന് എല്ലി പറയുമ്പോൾ നിന്നെ ഞാൻ വെട്ടി കറിയാക്കുമെടി എന്ന് ഡേവിഡ് പറയുകയും അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. അതോടെ എല്ലി ഇതൊക്കെ കേട്ട് പേടിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ
അതേസമയം ജോയലാണെങ്കിൽ സിൽവറിലേക്ക് തപ്പിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ തറയിൽ ചോര കാണുകയും അതോടെ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ ജോയലിന്റെ കുതിര ചത്തു കിടക്കുന്നത് കാണുകയും ഇതിനിടെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇറച്ചി പോലെ കുറച്ച് മനുഷ്യരെ തൂക്കിയിട്ടിരിക്കുന്നത് കാണുകയും ഇതിനിടെ ജോയലിന് എല്ലിയെ ഇങ്ങനെ ചെയ്യുമോ എന്ന് പേടിയാവുന്നു. എന്നാൽ ഇതേ സമയം ഡേവിഡ് ഒരു കത്തിയൊക്കെയായി ജെയിംസിനെയും കൂട്ടി അങ്ങോട്ടേക്ക് വരികയും ശേഷം അവളെ പിടിച്ച് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ എല്ലി ഡേവിഡിന്റെ കൈക്ക് കടിക്കുകയും ഇതിനിടെ ഡേവിഡ് അവിടെയുള്ള കട്ടിലേക്ക് ഇട്ട് അവളെ വെട്ടാൻ നോക്കുമ്പോൾ ഞാൻ ഇൻഫെക്റ്റഡ് ആണെന്ന് പറയുകയും ഞാൻ കടിച്ചതുകൊണ്ട് നീ ഉടനെ സോംബിയാവുമെന്ന് പറയുമ്പോൾ ഡേവിഡ് കത്തി അവിടെ വെച്ച് അവളെ പരിശോധിക്കാൻ തുടങ്ങുകയും ഇതിനിടെ അവൾ ഇൻഫെക്റ്റഡ് ആണെന്ന് ഡേവിഡിന് മനസ്സിലാവുകയും ഇതിനിടെ ഡേവിഡ് ഇത്രയൊന്നും നേരം ആരും ഇൻഫെക്റ്റഡ് ആയിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഡേവിഡ് വെച്ച കത്തിയെടുത്ത് എല്ലി ജെയിംസിന്റെ കഴുത്തിന് വെട്ടുകയും ശേഷം അവിടെ നിന്ന് ഓടുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ അവൾ പുറത്തേക്കുള്ള ഡോറ് തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതോടെ അവൾ തൊട്ടടുത്തുള്ള അടുപ്പിൽ നിന്നും വിറകെടുക്കുകയും ശേഷം അവിടെ ഒളിച്ചിരിക്കുമ്പോൾ ഡേവിഡ് കത്തിയുമായി അങ്ങോട്ടേക്ക് വരികയും ഇതിനിടെ അവൾ അത് അവന്റെ നേർക്കെറിയുമ്പോൾ മാറി കർട്ടനിലേക്ക് കൊള്ളുകയും അതോടെ അവിടെ തീപിടിക്കുകയും ചെയ്യുന്നു. അതോടെ ഡേവിഡ് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലി വീണ്ടും മാറി വിളിക്കുകയും ഇതിനിടെ ഡേവിഡ് എല്ലി മോളെ നീ എവിടെ എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലി കിച്ചണിലേക്ക് കയറുകയും അവിടെ നിന്ന് കത്തിയെടുത്ത് കയ്യിൽ വെക്കുകയും ശേഷം അവിടെ ഒളിക്കുമ്പോൾ നീ ഇൻഫെക്റ്റഡ് ആയിട്ടും നീ സോംബിയായി മാറില്ലേ, നീ അത്രയും സ്പെഷ്യലാണോ എന്നൊക്കെ ഡേവിഡ് ചോദിക്കുകയും ഇതിനിടെ എല്ലി അവന്റെ പുറകിലൂടെ ഓടി വന്ന് അവന്റെ വയറിനിട്ട് കുത്തുകയും ഇതിനിടെ അവൻ എല്ലിയെ അടിച്ചിടുകയും ചെയ്യുന്നു. ശേഷം അവൻ എല്ലിയെ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ എല്ലി എങ്ങനെയൊക്കെയോ ദൂരെയുള്ള കത്തി കഷ്ടപ്പെട്ട് എടുക്കുകയും ശേഷം അവന്റെ കഴുത്തിന് വെട്ടുകയും ഇതിനിടെ അവൻ വീണതോടെ അവനെ വെട്ടി പീസാക്കുകയും അതോടെ അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി മുന്നോട്ട് നടക്കുമ്പോൾ ജോയൽ പുറകിൽ നിന്നും അവളുടെ അടുത്തേക്ക് വരികയും ഇതിനിടെ അവൾ ഭ്രാന്ത് പിടിച്ചതുപോലെ കളിക്കുമ്പോൾ ഇത് ഞാനാ മോളെ എന്ന് പറഞ്ഞ് ജോയൽ അവളെ ആശ്വസിപ്പിക്കുകയും ശേഷം അവളെയും കുട്ടി അവിടെ നിന്നും നടന്നു പോവാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതോടെ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കമന്റ് രേഖപ്പെടുത്തുക. അപ്പോൾ സീസൺ 1 ലാസ്റ്റ് എപ്പിസോഡായ 9ാമത്തെ എപ്പിസോഡുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ആർ എൻ.